കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കൗൺസിലർമാരെ നിയോഗിക്കാൻ തീരുമാനമായി. സ്കൂളിൽ ജാഗ്രതാ സമിതി ഉണ്ടാക്കും. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണ കൂടുതൽ വിശദമായി പഠിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ IAS വ്യക്തമാക്കി. താമരശ്ശേരിയിലടക്കം വിദ്യാർത്ഥി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ആദ്യം പ്രതികരണം കേൾക്കാം. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, ട്യൂഷൻ സെൻറ്റേഴ്സ് അതിലെ മാൻഡേറ്ററി ആയിട്ട് ഈ ചൈൽഡ് ലൈൻ നമ്പറിൻ്റെ ഇൻഫോർമേഷൻ ആ ബോർഡ് വെച്ചിട്ട് നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. So any violation of the Child Protection Committee will be taken under the offences of JJ Act. Juvenile Justice Act le thanne penal provisions undu. School level le oru jagrata samiti non academically ella issues, whether it is violence related, drug related aanengil oru mental issues aanengil guideline vechittu jagrata samiti level le mandatory aayittu charcha venam. All the schools have to conduct jagrata samitis at their schools, and this includes private schools as well. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും കൈയടിക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് കരുതൽ ആവശ്യമുണ്ട്. അവർക്ക് അവരുടെ പ്രയാസങ്ങൾ തുറന്നു പറയാനുള്ള വേദികൾ, ഇടങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ സ്കൂളുകളിൽ ഇത്തരം സംവിധാനങ്ങൾ വരുന്നത് തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ആര്യ ആൻഡ് ഹിമ, ഇതിലിപ്പോൾ അതായത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ നീണ്ട ചർച്ചയാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ നിന്ന് ചേർന്നത്. ആ യോഗത്തിൽ താമരശ്ശേരി DYSP അതുപോലെ തന്നെ CWC അധികൃതർ ഒക്കെ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിലെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കൗൺസിലർമാരെ നിയോഗിക്കുക എന്നുള്ളത്. അത് സംബന്ധിച്ച് നമ്മൾ ഈ ഷഹബാസിന്റെ കൊലപാതകം ഉണ്ടായതിനു പിന്നാലെ തന്നെ ഈ മാതൃഭൂമിയിൽ അന്വേഷണം നടത്തുകയും CWC ചെയർമാനിലൂടെ പുറത്തു വന്നൊരു പ്രതികരണം എന്ന് പറയുന്നത് ജില്ലയിലാകെ ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിൽ 159 സ്കൂളുകളുണ്ടെങ്കിലും 100-ൽ താഴെ കൗൺസിലർമാർ മാത്രമാണ് ഉള്ളത് എന്നൊരു ഗുരുതരമായ പ്രശ്നം അന്ന് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് കളക്ടറേറ്റിൽ ഒരു യോഗം ചേരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതോടൊപ്പം തന്നെ മലബാറിലെ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണ കൂടുതൽ വലിയ പ്രതിസന്ധിയാവുന്നു. ഇൻഡിവിജ്വലി ഓരോ കുട്ടിയെയും അധ്യാപകർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഉന്നയിച്ചിരുന്നു. അതിലെല്ലാം ഒരു പരിഹാരം ഇപ്പോൾ ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂളുകളിൽ ജാഗ്രതാ സമിതി ഉണ്ടാക്കുന്നതിനപ്പുറം ഈ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം. അതായത് ഒരു കൗൺസിലർമാർ ഉണ്ടെങ്കിൽ പോലും 50-ൽ കൂടുതൽ കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു കൗൺസിലർ എന്ന രീതിയിൽ മാത്രം മതിയാവില്ല. അതുകൊണ്ട് അത്തരം സ്കൂളുകൾ ഉണ്ടെങ്കിൽ 1-ൽ കൂടുതൽ കൗൺസിലർമാരെ നിയോഗിക്കുക എന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം നടത്തുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ മുഴുവൻ ട്യൂഷൻ സെന്ററുകളിലും കൃത്യമായ പരിശോധന നടത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നിയമവിരുദ്ധമായി, പഞ്ചായത്ത് രാജ് ആക്ടിന് പ്രകാരം നിയമവിരുദ്ധമായി ഏതെങ്കിലും ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും അടച്ചുപൂട്ടുക എന്നൊരു തീരുമാനവും എടുക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ഈ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിൽ ഒരു ഫെയർവെൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഒരു 100-ൽ കൂടുതലൊക്കെ കുട്ടികൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി അനുമതി വാങ്ങണം. അത്തരത്തിൽ അനുമതി വാങ്ങാത്ത ട്യൂഷൻ സെന്ററുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതുപോലെ തന്നെ മാതൃഭൂമി പുറത്തുവിട്ടൊരു വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ബ്ലോക്ക് തലങ്ങളിൽ, ജില്ലാ തലങ്ങളിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് തലങ്ങളിലൊന്നും മാൻഡേറ്ററി ആയിട്ട് കൂടേണ്ടതോ അതല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ കൂടേണ്ടതോ ആയിട്ടുള്ള യോഗങ്ങൾ ചേരുന്നില്ല എന്നത്. അതിലും ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. ഈ നിർബന്ധമായിട്ടും പഞ്ചായത്ത് തലങ്ങളിൽ യോഗങ്ങൾ ചേരുക, അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ ജില്ലാ തലങ്ങളിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്ന് ഓരോ സ്കൂളുകളിലെയും പ്രശ്നങ്ങൾ പഠിച്ച് അവിടെ ഏതെങ്കിലും തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ടുകൾ വർദ്ധിക്കുന്നുണ്ടോ, അങ്ങനെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്ത് പരിഹാരമാണ് നമുക്ക് അവിടെ കാണേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ച നടത്തുക എന്നുള്ളതും ഈ യോഗത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളുടെ വിവരങ്ങൾ നൽകിയത്. ജാഗ്രതാ സമിതികൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ അനിവാര്യമാണ്. കാരണം അവർക്ക് എവിടെയാണ് സംസാരിപ്പം നമ്മൾ പല ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, അവരെ കേൾക്കാൻ ആളുകളില്ല, അവർക്ക് സംസാരിക്കാൻ വേദികളില്ല. അപ്പം അത്തരം വേദികൾ ഉണ്ടാകണം, അത്തരം ഇടങ്ങൾ ഉണ്ടാകണം. അവർക്ക് തുറന്ന് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കാനുമുള്ള ആളുകൾ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്.